ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പഠന പരമ്പരയായ സങ്കീർത്തന മാതിരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുകയും കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ഇതിൽ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഏവർക്കും ഈ പഠനം പ്രയോജനകരമാകുന്നുവെന്ന് ഹൃദ്യമായി അറിയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തിലല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ചിന്താധാരകൾ സങ്കീർത്തന പഠനത്തിലുണ്ട്. അത് ജാതിക്കും മതത്തിനും പ്രായത്തിനും സാഹചര്യങ്ങൾക്കും അപ്പുറമായി ഏത് ചുറ്റുപാടിലുമുള്ളവർക്ക് ഹൃദയംഗമായി ദഹിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട്. അത് ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ, തുടർ ചർച്ചകൾക്ക്, മനനത്തിന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി 17-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പഠനത്തിൽ ആത്മീയവും ഭൗതികവും ബൗദ്ധികവുമായ ചിന്താധാരകളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. വ്യക്തിജീവിതത്തിലെ എല്ലാവരുടെയും എല്ലാ ജീവിതാനുഭവങ്ങളെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ മനനം ചെയ്യുന്നുമുണ്ട്. ഈ ആഴ്ചയിൽ 17-ാം സങ്കീർത്തനം 10 മുതൽ 15 വരെയുള്ള വേദഭാഗം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നു. സങ്കീർത്തന മാധുരി. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടികൾ പിന്തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറുവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റവനെ അവനോടെതിർത്ത് അവനെ തള്ളിയിടയണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ആയുസ്സിലത്രേ, നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിൻ്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. മുന്നാഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ച ചിന്താധാരകളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൊള്ളയടിക്കുന്ന ദുഷ്ടന്മാരിൽ നിന്നും ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളിൽ നിന്നും നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ മറച്ചുകൊള്ളണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പറയുകയാണ്. ആ കൊള്ളയടിക്കുന്ന ദുഷ്ടന്മാരെ പറ്റിയും ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളെ പറ്റിയും ഒന്നുകൂടി ചില വ്യാഖ്യാനങ്ങൾ ദാവീദ് ഇവിടെ നൽകുന്നു. അതിപ്രകാരമാണ്: അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. കൊള്ളയടിക്കുന്ന ദുഷ്ടന്മാരും ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും അവരുടെ രീതി എപ്രകാരമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണെന്ന് ദാവീദ് ഇവിടെ പറയുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നവരാണ്, വായ് കൊണ്ട് വമ്പ് പറയുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളെക്കുറിച്ച് പറഞ്ഞു. നമ്മൾക്ക് കണ്ടെത്താത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളെ തുരന്നു കയറുന്ന ചില ശത്രുക്കൾ, സ്നേഹം നടിച്ച് തകർക്കുന്ന മനുഷ്യവേഷം പൂണ്ട ചില ശത്രുക്കൾ, അതല്ലാതെ കൃമികീടങ്ങളെപ്പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നൂണ്ടുകയറുന്ന ആസക്തികളുടെ ചില ശത്രുക്കൾ, ദുരാത്മാവിൻ്റെ ശത്രുക്കൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നു. വീണ്ടും പറയുകയാണ്, ഈ ശത്രുക്കൾ, ചുറ്റിവളയുന്ന മറ്റ് ശത്രു, കൊള്ളയടിക്കുന്ന ശത്രുക്കൾ, പരസ്യമായിട്ടുള്ള ശത്രുക്കൾ, ഇവരൊക്കെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൃദയത്തെ അടയ്ക്കുക എന്ന് വെച്ചാൽ അതൊരു പ്രതീകാത്മകമായ പ്രയോഗമാണ്. ഹൃദയം തുറക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഹൃദയം തുറക്കുമ്പോൾ നമ്മൾക്കറിയാം, AC-യുടെ വാൽവ് അത് ഓണാക്കുമ്പോൾ, ആ വാൽവുകൾ തുറക്കുമ്പോൾ ഒരു പ്രത്യേകമായ കാറ്റ്, സുഖദായകമായ കാറ്റ് വീശും. അതിൻ്റെ ലീഫൊക്കെ അടഞ്ഞിരിക്കുമ്പോൾ ആ കാറ്റ് വെളിയിലോട്ട് വരത്തില്ല. അത് വർക്ക് ചെയ്യുന്നോ ഇല്ലയോ നമ്മൾ അറിയുന്നതും അങ്ങനെ തന്നെ. ആ ലീഫൊക്കെ പതുക്കെ വിടരുമ്പോൾ ഒരു ശുദ്ധമായ കാറ്റ് വെളിയിലോട്ട് വരികയാണ്. അതിനൊരു ശീതളിമയുണ്ട്. ഹൃദയം തുറക്കുക എന്ന് പറയുമ്പോൾ ഹൃദയം വിശാലമാക്കുക, മറച്ചു വയ്ക്കാനൊന്നുമില്ല.
ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. നന്മയുടെ ചില അനുരണനങ്ങൾ അവിടെ ഉണ്ടാകും. എന്നാൽ ഹൃദയം അടച്ചിരിക്കുക എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും നേരെ കണ്ണടയ്ക്കുന്ന അനുഭവം പോലെ, എല്ലാറ്റിൻ്റെയും മുൻപിൽ നിന്ന് ദൃഷ്ടി മാറ്റുന്ന അനുഭവം പോലെ, നന്മ ചെയ്യുവാൻ താല്പര്യമില്ലാത്ത അനുഭവം പോലെ. ഹൃദയം അടച്ചിരിക്കുക എന്ന് വെച്ചാൽ നന്മ ചെയ്യാൻ താല്പര്യമില്ല, കേൾക്കാൻ താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ല, ഇടപെടാൻ താല്പര്യമില്ല. അവരുടെ ഹൃദയത്തെ ആർക്കും വിചിന്തനം ചെയ്യാൻ പറ്റത്തില്ല. ദൈവമില്ലാത്തവരുടെ പ്രത്യേകത അതാണ്. ദുരാത്മാവ് ബാധിച്ചവരുടെ പ്രത്യേകത അതാണ്. നിരാശ വന്നു പോയാലുള്ള പ്രത്യേകത അതാണ്. ഹൃദയം അടച്ചു കളയും. ഹൃദയം അടയ്ക്കുക എന്ന് വെച്ചാൽ സ്നേഹമില്ലാതാവുകയാണ്. ഹൃദയം അടയ്ക്കുക എന്ന് വെച്ചാൽ നന്മയിൽ നിന്ന് ഓടി ഒളിക്കുക എന്നുള്ളതാണ്. വാതായനങ്ങൾ തുറന്നിടണം പ്രിയമുള്ളവരെ, എന്നാലേ ശുദ്ധവായു പ്രവേശിക്കത്തുള്ളൂ. അടച്ചിരിക്കുന്ന ഭവനത്തിന്, മുറിക്ക്, സ്ഥാനത്തിന് എപ്പോഴും ഒരു ദുർഗന്ധമുണ്ടാകും. അടച്ചിരിക്കുന്ന മുറിക്ക് എപ്പോഴും ഒരു അസ്വസ്ഥതയുണ്ടാകും, ശ്വാസം മുട്ടലുണ്ടാകും. ശുദ്ധവായു പ്രവേശിക്കണം, വാതായനങ്ങൾ തുറന്നിടണം. അടച്ചിരിക്കുന്ന ഹൃദയത്തിന് ദുർഗന്ധമുണ്ട്. അടച്ചിരിക്കുന്ന ഹൃദയത്തിൽ വീർപ്പുമുട്ടലുകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തോണം ചിലപ്പോൾ ഉണ്ടാകുന്ന വീർപ്പുമുട്ടലുകൾ, ചിലപ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അശുദ്ധിയുടെ ഗന്ധം, ഇതെല്ലാം തന്നെ ഹൃദയം അടച്ചിരിക്കുന്ന അനുഭവമാണ്. നമ്മൾ തന്നെ ചിലപ്പോൾ ചുറ്റി വളയുന്ന ശത്രുക്കളായി, പ്രാണശത്രുക്കളായി നമ്മളും മാറാറുണ്ട്. എത്രയോ പേരെ തകർക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. സാത്താനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്രമാത്രം സ്നേഹം നടിച്ചു മറ്റുള്ളവരെ നമ്മൾ ചതിച്ചിട്ടുണ്ട്. കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ട്, അതുവിധം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളെപ്പോലെ നമ്മളുമായിട്ടുണ്ട്. നമ്മളിതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഞാനല്ല, മറ്റാരോ ആണെന്ന് പറയണ്ട. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അങ്ങനെയുള്ളവരുടെ ഹൃദയം അടച്ചിരിക്കുകയാണ്, അത് തടിച്ചിരിക്കുകയാണ്, സ്വാർത്ഥതയുടെ കേദാരമായി മാറിയിരിക്കുകയാണ്. വീണ്ടും പറയുന്നു, അവ വായ് കൊണ്ട് അങ്ങനെയുള്ളവർ വമ്പ് പറയുന്നു. നന്മ പറയാൻ അറിയത്തില്ല. വമ്പ് പറയുന്നത് സാത്താൻ്റെ സ്വഭാവമാണ്. വമ്പെന്നുള്ളതിന് അഹങ്കാരം എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്, ധിക്കാരം എന്നുള്ള അർത്ഥം മാത്രമല്ല, തലക്കനോ എന്നുള്ള അർത്ഥം മാത്രമല്ല. വമ്പ് പറയുക എന്ന് വെച്ചാൽ ഓർത്തോണം, അൻപില്ലാത്തവൻ വമ്പ് പറയും, അൻപുള്ളവൻ വമ്പ് പറയത്തില്ല. മനസാക്ഷി ഇല്ലാതാകുമ്പോൾ, ഹൃദയം അടച്ചിരിക്കുമ്പോൾ അൻപ് നഷ്ടപ്പെടും. അവിടെ വമ്പ് വരും, വമ്പ് പറയും. നമ്മൾ ഓർത്തോണം, 3 വാക്ക് എപ്പോഴും ഓർത്തോണം: അൻപ്, വമ്പ്, അമ്പ്. അൻപില്ലെങ്കിൽ വമ്പുണ്ട്, ആ പ്രവൃത്തി അമ്പ് പോലെ ക്രൂരമായിത്തീരും. അൻപില്ലാത്ത വാക്കുകൾ, അൻപില്ലാത്ത ഹൃദയം വമ്പ് നിറഞ്ഞ ഹൃദയമാണ്. വിഷം പുരട്ടി അമ്പ് പോലെ നശീകരണ ശക്തിയുള്ളതാണ്. അതിൽ വിഷമയമുണ്ട്. അപ്പം വിഷമയമായ അമ്പ് പോലെ അൻപില്ലാത്ത ഹൃദയം വമ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അതാ സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് പറയുന്നത്. ഞാനത് പ്രാസമൊപ്പിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവരുടെ ഹൃദയം വമ്പ് നിറഞ്ഞിരിക്കുന്നു. ഹൃദയത്തെ അടച്ചിരിക്കുന്നവൻ, ഹൃദയം അടഞ്ഞുപോയവൻ രൂപാന്തരപ്പെടണം. ചിലപ്പോൾ ഹൃദയത്തെ അടച്ചു കളഞ്ഞത് നമ്മുടേതായ പ്രവൃത്തി മാത്രമായിരിക്കാം. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെയൊക്കെ അടച്ചിട്ടുണ്ടാകാം. ആരോടും ഇടപെടാൻ സാധിക്കാതെ മൗന വാൽമീകത്തിലൊക്കെ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടാകാം. ആരുടെയെങ്കിലും ഹൃദയങ്ങൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കണം. ഓടാമ്പലുകൾ ഒന്നുകൂടി എണ്ണയിട്ട് ശരിയാക്കണം. ആരും അടയ്ക്കാതെ കാറ്റുകൊണ്ട് അടഞ്ഞു പോകുന്ന ചില വാതിലുകളുണ്ട്, അതൊക്കെ തുറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആയതുപോലെ ജീവിതം സാഹചര്യങ്ങൾ കൊണ്ട്, ചുറ്റുപാടുകൾ കൊണ്ട് ദുഷ്ടതയുടെ പാതയിലേക്ക് പോയി, അശുദ്ധിയുടെ പാതയിലേക്ക് പോയി, തിന്മയുടെ പാതയിലേക്ക് പോയി ഹൃദയങ്ങൾ അടച്ചു കളഞ്ഞത് മൂലം, അടഞ്ഞുപോയത് മൂലം വമ്പ് മാത്രം പറയുന്നവരുണ്ട്. വമ്പ് പറയുന്നവരുടെ വാക്കുകൾ കേട്ട് അവനെ നിന്ദിക്കുവാൻ നമുക്കിടയാകരുത്. വമ്പിൻ്റെ വാക്കിൽ നിന്ന് അൻപിൻ്റെ വാക്കിലേക്ക് അവനെ മാറ്റണം. അൻപിൻ്റെ വാക്കിൽ നിന്ന് അൻപുള്ള ദൈവത്തിലേക്ക് അവനെ നയിക്കണം. ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ മറന്നുപോയാൽ, ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കാതിരുന്നാൽ നമുക്കിങ്ങനെയുള്ള വാക്കുകളെ പറയാൻ പറ്റത്തുള്ളൂ പ്രിയമുള്ളവരെ.
പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവത്തെ വിളിക്കാതിരുന്നാൽ, നന്മ ചെയ്യാതിരുന്നാൽ, ഹൃദയശുദ്ധി ഇല്ലാതിരുന്നാൽ അവിടെ വളരുന്നത് മൊത്തം വമ്പ് നിറഞ്ഞ വെളിഞ്ചേമ്പുകളായിരിക്കും, ചൊറിയൻ ചേമ്പുകളായിരിക്കും. അപ്പോൾ ഈ വമ്പിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ചൊറിയൻ ചേമ്പുകളാണ് നമ്മുടെയൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ഒരു ചൊറിതനത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കുന്ന വാക്കുകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രവൃത്തിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സാമീപ്യം പോലും ചിലർക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടികൾ പിന്തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. അപ്പോൾ ഈ ദുഷ്ടതയിൽ അകപ്പെട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ആ സങ്കീർത്തനത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നീതിയിൽ ജീവിച്ചു, നന്മയിൽ ജീവിച്ചു, ദൈവം എന്നെ പരീക്ഷിച്ചു, ദുരാലോചനയൊന്നും കണ്ടെത്തിയില്ല. എന്നിട്ടും പറയുന്നു, ദൈവം ഇതൊക്കെയാണെങ്കിലും നീ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ മറയ്ക്കണമേ. ദുഷ്ടന്മാരെൻ്റെ പിന്നാലെയുണ്ട്, മുറുകെ പറ്റുന്ന പാപങ്ങൾ എൻ്റെ പിന്നാലെയുണ്ട്, അതിൽ നിന്നൊക്കെ നീ എന്നെ രക്ഷപ്പെടുത്തണം. അതുമൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ദുഷ്ടശക്തികൾ, പ്രാണശത്രുക്കൾ, കൊള്ളയടിക്കാൻ നോക്കുന്ന ശത്രുക്കൾ, ദുഷ്ടന്മാർ, അവർ പിന്നാലെ തന്നെയുണ്ട്. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ തക്കവണ്ണം ദൃഷ്ടി വയ്ക്കുകയാണ്, ഞങ്ങളുടെ കാലടികളെ അവിടെ പിന്തുടരുകയാണ്. മുമ്പേ നമ്മൾ പറഞ്ഞു, ദൈവത്തിൻ്റെ കാലടികളെ പിന്തുടരുന്ന വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞു, ഭക്തനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഓർത്തോണം, അതിൽ നിന്ന് ബദലായി പറയുന്നത് നിർമ്മലന്മാരായിട്ടുള്ളവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നിർമ്മലന്മാരുടെ കാലടികളെ പിന്തുടർന്ന് അവരെ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെക്കുറിച്ച് പറയുന്നു. അതെ, നമ്മൾ ദൈവത്തിൻ്റെ കാലടികൾ തന്നെ പിന്തുടർന്നോണം. ദൈവത്തിൻ്റെ കാലടികളെ പിന്തുടരുമ്പോൾ നമ്മൾ സേഫാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നമ്മൾ അറിയാതെ ഓർത്തോണം, അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാലടികളെ പിന്തുടരുന്ന ചില ദുഷ്ടശക്തികളുമുണ്ട്. അവ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ മുറുകെ പറ്റുന്ന സകല പാപങ്ങളും വിട്ട് നീ ശക്തിയോടെ നിൻ്റെ ഓട്ടം ഓടണം. മുറുകെ പറ്റുന്ന വിദ്വേഷങ്ങളെ വിട്ടുകൊണ്ട് നമ്മൾ ഓടി ഒളിക്കണം. ചില തിന്മകളൊക്കെ നമ്മളെ കയറി അങ്ങ് അടങ്കം പിടിക്കും. പ്രിയമുള്ളവരെ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാകട്ടോ. അതുകൊണ്ട് ആ ഓർത്തോണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അല്ലയോ ദുഷ്ടന്മാർ, പ്രാണശത്രുക്കൾ, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാർ ഞങ്ങളുടെ കാലടികളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കാലടികളെ അവിടെ പിന്തുടരുമ്പോൾ ആ പാതയിൽ വീണു പോകാതെ ഇരിക്കാൻ ദൈവത്തിൻ്റെ കൃപ വേണം. ആ കാലടികൾ പിന്തുടരുക എന്ന് മാത്രമല്ല, തള്ളിയിടുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. രണ്ട് വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കാം. നല്ലവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് നല്ലവരെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. സിദ്ധന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് സിദ്ധന്മാരെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ലവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവരെ തള്ളിയിടുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നന്മയിലേക്ക് പോകും തോറും, വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കും തോറും ചിലതൊക്കെ നമ്മുടെ പിന്നാലെയും കൂടും. അതും ഇതുമായിട്ടൊക്കെ കൂടും, ഉപദ്രവമായിട്ട് കൂടും, നിന്ദയായി കൂടും, ദുഷിയായി കൂടും. എങ്ങനെങ്കിലും തള്ളിയിടണം. ദ ലാഡർ ഓഫ് ദ ഡിവൈൻ ആക്സെൻ്റ് എന്ന് പറയുന്ന ജോൺ ക്ലിമാക്കസ് എന്ന് പറയുന്ന വിശുദ്ധൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചു കാണും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന പല കോണിപ്പടികളെക്കുറിച്ചാണ് പറയുന്നത്. 30 കോണിപ്പടികൾ. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വളരുമ്പോൾ ഓരോരോ കോണിപ്പടികൾ. പ്രാർത്ഥന, താഴ്മ, നോമ്പ്, വിശുദ്ധി, നിർമ്മലത, ബ്രഹ്മചര്യം, ഇങ്ങനെ പല നന്മകളാണ് ഓരോ കോണിപ്പടികൾ. അപ്പോൾ അതിൻ്റെ അകത്തൊരു പടം ചിത്രീകരിച്ചിട്ടുണ്ട്. മനുഷ്യനിങ്ങനെ കയറിപ്പോവുക. ചിലർ ആദ്യം കയറുമ്പോൾ തന്നെ സാത്താൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് വലിച്ചിടും. ചിലർ കയറി 10 അടി പോകും, 10 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്, കുറേ നന്മകൾ കഴിഞ്ഞിട്ടാണ് പിടിച്ചിടുന്നത്. ചിലരൊക്കെ 28, 29 സ്റ്റെപ്പിലായിട്ടാണ് താഴെ വീഴുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, നമ്മൾ ദൈവത്തിൻ്റെ കാൽപ്പാടുകളിലാണ് നടക്കുന്നത്, വിശുദ്ധിയിലും നന്മയിലുമാണ് വളരുന്നതെങ്കിൽ തന്നെയും ഏത് നിമിഷവും നമ്മളെ പിടിച്ച് വലിച്ചിടും കേട്ടോ. സാത്താൻ അവൻ്റെ ചൂണ്ടയുമായിട്ട് കുടുക്കുമായിട്ട് നമ്മുടെ പിന്നാലെയുണ്ട്. നമ്മൾ പോകുന്ന കാൽപ്പാടുകളൊക്കെ അവന് കാണാപ്പാടമാണ്. ആ കാൽപ്പാടുകളിലൂടെ കടക്കാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണുനീര് വേണം. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മളുടെ മിടുക്ക് കൊണ്ട്, ശക്തി കൊണ്ട് കാൽപ്പാടുകൾ പതിപ്പിച്ച് നമ്മൾ മുൻപോട്ട് പോകും. ആ കാൽപ്പാടുകൾ ദുഷ്ടൻ തെരഞ്ഞു വരും. പക്ഷേ ഓരോ സ്റ്റെപ്പും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവത്തോടൊപ്പം നമ്മൾ മുൻപോട്ട് നടക്കുന്നതെങ്കിൽ ഈ ദുഷ്ടന് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ, നമ്മുടെ വഴി അവൻ അറിയാത്ത രീതിയിൽ ദൈവം നമ്മളെ വീണ്ടെടുക്കും. ആ ഒരു
സിദ്ധിയും ശക്തിയും നമുക്ക് വേണം. വീണ്ടും പറയുന്നു, കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്തവനെ തള്ളിയിടണമേ. യഹോവേ എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. ആ ദുഷ്ടന്മാർ പിന്തുടരുന്ന ദുഷ്ടന്മാരെ ഉപമിക്കുകയാണ്. കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും. അപ്പോൾ ഇവിടെ രണ്ട് പ്രയോഗമാണ്. കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹമുണ്ട്. സിംഹം ശക്തിയുള്ളതാണ്, കടിച്ചു കീറുന്നതാണ്. നമ്മൾ പറയത്തില്ലയോ, സിംഹം പതുങ്ങുന്നത്, ബാലസിംഹം പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മറവിടങ്ങളിൽ പതിയിരിക്കുന്ന, കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹം, മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം. അപ്പം സിംഹത്തെക്കുറിച്ച് രണ്ട് ആട്രിബ്യൂഷൻസ് പറഞ്ഞു. കടിച്ചു കീറാൻ കൊതിക്കുന്ന ഒരു സിംഹമുണ്ട്, പതിയിരിക്കുന്ന സിംഹമുണ്ട്. ഇത് രണ്ടിൻ്റെ ലക്ഷ്യമൊന്നാണ്. മറവിടങ്ങളിൽ പതിയിരുന്നു കൊണ്ട് ചാടി കൊച്ചു ജീവികളുടെ മുകളിലേക്ക് ചാടി വീഴും. മറ്റു ചിലത് കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹമാണ്. അപ്പോൾ ഓർത്തോണം, എവിടെ തിരിഞ്ഞാലും പ്രതിസന്ധിയുടെ കാര്യങ്ങൾ. കടിച്ചു കീറാൻ തക്കവണ്ണം ചാടി വരുന്നു. അപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ബാലസിംഹത്തിൻ്റെ വായിലേക്ക് ചെന്ന് കയറുന്നു. അപ്പോൾ പിന്തുടരുന്ന ദുഷ്ടശക്തികൾ, ദൈവത്തെ എത്രത്തോളം അറിയുന്നവനും വിശുദ്ധിയിൽ ജീവിക്കുന്നവനുമായൊരു ഭക്തനെ പിന്തുടരുന്ന ജഡീക ആസക്തികൾ എങ്ങനെയുള്ളതാണെന്ന് പറയുകയാണ്. അത് രണ്ട് രീതിയിലാണുള്ളത്. ആത്മാവിനെതിരെ പോരാടുകയാണ്. അതാ ആത്മാവ് ദൈവത്തിൻ്റെ പാതകളിലൂടെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പാതകളിലൂടെ പോകുമ്പോൾ ദുഷ്ടൻ മറഞ്ഞിരുന്നു കൊണ്ട്, ദോഷി മറഞ്ഞിരുന്നു കൊണ്ട്, ആസക്തികൾ മറഞ്ഞിരുന്നു കൊണ്ട് ഉപദ്രവിക്കുകയാണ്. കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹം. ഓർത്തോണം, നമ്മൾ തന്നെ ഭയക്കണം പ്രിയമുള്ളവരെ. ആ വഴിയിൽ നിന്നെങ്ങാണം മാറിപ്പോയാൽ, ദൈവത്തിൻ്റെ കരുണ നഷ്ടപ്പെട്ടു പോയാൽ കടിച്ചു കീറുകയുള്ളൂ. അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രമ്യോൻ സദറായിക്കകത്ത് വിശുദ്ധ കുർബാനയിൽ സുറിയാനി പൈതൃകം പിന്തുടരുന്ന സഭകൾ പാടാറുണ്ട്. കർത്താവേ, ലഘുവും ആനന്ദപ്രദവുമായ നിൻ്റെ നുകത്തിൻ്റെ കീഴെ ഉത്തമവും പ്രസാദവുമായ ബലിയായി ഞാൻ നിനക്കായിത്തീരണം എന്ന് വെച്ചാൽ അതിനൊരു വ്യാഖ്യാനമുണ്ട്. ലഘുവും ആനന്ദപ്രദവുമായ നിൻ്റെ നുകത്തിൻ്റെ കീഴെ ഉത്തമവും പ്രസാദവുമായ ബലിയായി ആയിത്തീരണം. പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എടോ, നുകത്തിൻ്റെ അടിയിൽപ്പെട്ട് ചാകുന്ന കാള ഭാഗ്യമുള്ളതാണ്. നുകത്തിൽ നിന്ന് കാള എപ്പോൾ മാറ്റിയാലും ഒന്നുകിൽ അതിൻ്റെ അർത്ഥം അതിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്, അതിനെ വളർത്താനല്ല, ഇതിനെ കൊള്ളത്തില്ല. അപ്പം ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ ജീവിതവും സമർപ്പണവും ഒക്കെ യഥാർത്ഥത്തിൽ നുകമാണ്, ഭാരമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ലഘുവാണ്, ആനന്ദപ്രദമാണ്. ഇതൊന്നും എനിക്ക് വേണ്ട, ഇതിൽ നിന്നൊക്കെ മാറി ജീവിക്കാം, ലോകത്തിൻ്റെ പിന്നാലെ പോകാമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലുണ്ടല്ലോ, നമ്മൾ പോകുന്നത് അറവക്കാരനായ സാത്താൻ്റെ കീഴിലോട്ടാണ്. അവൻ നമ്മളെ കടിച്ചു കീറും, വെട്ടിക്കൊല്ലും. ദുഷ്ടശക്തി കടിച്ചു കീറാൻ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊന്ന് ആലോചിച്ചോണം. നല്ലതായ കുടുംബ പ്രാർത്ഥന വേണം, നല്ല വിശ്വാസം വേണം, നന്മ ചെയ്യണം. ഒരുവനെക്കുറിച്ച് പോലും ദോഷം ചിന്തിക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്, കള്ളത്തിന് കൂട്ടി നിൽക്കരുത്. കാരണം എപ്പോഴാണ് ദുഷ്ടൻ ചാടി വീഴുന്നതെന്ന് അറിയത്തില്ല, കടിച്ചു കീറുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ പല കുടുംബങ്ങളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദുഷ്ടൻ കടിച്ചു കീറുന്ന, ആ വലിച്ചു കീറുന്ന ശബ്ദം നമ്മുടെ കണ്ണിലുണ്ട്. കുടുംബങ്ങളെയൊക്കെ ചിതറിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തലമുറ ഇല്ലായ്മയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രായമുള്ളവരെ തമ്മിത്തല്ലിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവാഹമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മറുവിടങ്ങളിൽ അവൻ പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നീ ഓരോ സ്റ്റെപ്പും മുൻപോട്ട് പോകണം, രക്ഷയോടെ മുൻപോട്ട് പോകണം. വീണ്ടും പറയുകയാണ്, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും യഹോവേൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കണം. യഹോവയുടെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് വിടുവിക്കണം. അവിടെയും പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ ഒരു കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. ഈ കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹം പോലെ, മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെ ഓടി വരുന്നവൻ്റെ കയ്യിൽ നിന്ന് ദൈവമേ, അവനെ തള്ളിയിട്ട് നീ എന്നെ, അവനോട് എതിർത്ത് തള്ളിയിട്ട് രക്ഷപ്പെടുത്തണം. നീ എൻ്റെ മുൻപിലേക്ക് ചാടി വരണം, ഒരഭയമായിട്ട് വരണം. അതെങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ്. നിൻ്റെ വാളുകൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും, നിൻ്റെ വലം കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ കയ്യിൽ നിന്നും. അതിലെല്ലാം നിറഞ്ഞു നിൽപ്പുണ്ട്. ദുഷ്ടൻ്റെ കയ്യിൽ നിന്നെന്ന് പറയുമ്പോൾ പിതാക്കന്മാരുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ വാള്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന അനുഭവങ്ങൾ,
ഗബ്രിയേലിൻ്റെയും മീഖായേലിൻ്റെയും കയ്യിലുള്ള ആ ശക്തിയുടെ വാളം, സാത്താനെ തോൽപ്പിച്ച വാളം, ആ ദുഷ്ടശക്തികളെ തോൽപ്പിക്കണം. ഇനിയും ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ലൗകിക പുരുഷന്മാർ, ജഡത്തിനടിപ്പെട്ട് ജീവിക്കുന്നവർ, അവരുടെ സ്വാധീനമുണ്ട്. അതും ഒരു പ്രാർത്ഥനയാണ്. വാളുകൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ദുഷ്ടനെ ഭയപ്പെടുത്തണം. ദൈവത്തിൻ്റെ വാളെന്ന് പറയുന്നത് നശിപ്പിക്കാൻ മാത്രമല്ല, രക്ഷിക്കാനുള്ളതാണ്. എന്നാൽ ദൈവമേ, നിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ലൗകിക പുരുഷന്മാർ, ചിലരൊക്കെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ വരുന്നവരുണ്ട്, തലമുറയെ നശിപ്പിക്കുന്നവരുണ്ട്. ഇവരെയൊന്നും വാളുകൊണ്ട് വെട്ടിക്കളയണ്ട, നിൻ്റെ കൈ കൊണ്ടൊന്ന് തടുത്തു വിട്ടാൽ മതി. നിൻ്റെ കൈകൾ, ആണിപ്പാടുള്ള കൈകൾ കാണുമ്പോൾ അവർക്കൊരു രൂപാന്തരം ഉണ്ടാകണം. ലൗകിക പുരുഷന്മാരുണ്ട്, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ലൗകിക പുരുഷന്മാരുണ്ട് പ്രിയമുള്ളവരെ. അവർ നശിക്കണ്ട, ദൈവത്തിൻ്റെ വാളുകൊണ്ട് അവരെ വെട്ടണ്ട. അതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ലൗകിക പുരുഷന്മാർ എന്നെ നശിപ്പിക്കാൻ വരുന്നുണ്ട്, ലൗകികന്മാരായ മനുഷ്യർ എന്നെ നന്മയെ കെടുത്താൻ വരുന്നുണ്ട്. നിൻ്റെ കൈകൊണ്ട് അവരെ തടഞ്ഞാൽ മതി. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ കൈകൊണ്ട് തടയുമ്പോൾ അവിടെ നിന്നൊരു സ്നേഹസ്പർശം അവർക്കുണ്ടാകും. ദൈവം പറഞ്ഞു വിടും, വിട്ടേരും മോനെ, ഇവനെ ഉപദ്രവിക്കല്ലേ, ഇവൻ എൻ്റെ മകനാണ്, നീ രൂപാന്തരപ്പെട്. ആണിപ്പാടുള്ള ആ കരങ്ങൾ അവർ കാണും. ആണിപ്പാടുള്ള കരങ്ങളിൽ, ആ മുറിവുകളിൽ നിന്ന് അനുഭവങ്ങൾ കൊണ്ട് പശ്ചാത്തപിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള ദർശനം അവർക്കുണ്ടാകണം. ആ ലൗകിക പുരുഷന്മാർക്കുണ്ടാകണം. നിങ്ങൾ ഞാനുമൊക്കെ ആ ലൗകിക പുരുഷന്മാരുടെ കൂട്ടത്തിലാണോ? മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ലൗകിക പുരുഷന്മാരുടെ കൂട്ടത്തിലാണോ? എങ്കിൽ എൻ്റെ കർത്താവ് കരങ്ങളാൽ കരുതലായി നിൽപ്പുണ്ട്. നമ്മൾ ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങൾ കണ്ട്, നീട്ടപ്പെട്ട കരങ്ങൾ കണ്ട് രൂപാന്തരപ്പെടണം. ആ അഗ്നിജ്വലിക്കുന്ന, ആ തിരുരക്തം ഊറി വീഴുന്ന ആ കൈകൾ തൊട്ട് കൈമുത്തി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ദുഷ്ടന്മാരെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഓഹരി ഈ ആയുസ്സിലാണ്. നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ദൈവത്തെ പിന്തുടരുന്നവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ അസൂയപ്പെടാൻ കാര്യമില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ലൗകിക പുരുഷന്മാരാണ്, അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുകയാണ്. അവരുടെ ഓഹരി ഈ ആയുസ്സിലേ ഉള്ളൂ, തുടർന്നുള്ള ഒരു ആയുസ്സിലേക്കില്ല, ഒരു പ്രത്യാശയില്ല. അവർക്ക് കിട്ടേണ്ടതൊക്കെ ഈ ലോകത്ത് കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്. പറയുകയാണ്, നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ദൈവം അവരുടെ വയറ് നിറയ്ക്കുന്നു. നമ്മളുടെ മുൻപിൽ ചിലരൊക്കെ ഉയർന്നു വരും. നമ്മൾ ചിലപ്പോൾ പറയും, ഇതൊക്കെ എവിടെ നിന്നാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ സമ്പത്ത് ദൈവത്തിൻ്റെതാണ്. നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അതെ, അവരുടെ വയറെന്ന് പറയുമ്പോൾ ഭൗതികമായി നിറയ്ക്കുന്നു. അവർക്ക് പുത്രന്മാരുണ്ട്, അവരുടെ പണത്തിൻ്റെ ബാക്കി അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. അപ്പോൾ ലൗകിക പുരുഷന്മാരുടെ പ്രത്യേകതയാണ്, ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, കയറിക്കിടക്കാനുണ്ട്, പിള്ളേരുണ്ട്, എന്നിട്ട് നല്ല നിക്ഷേപം തലമുറയ്ക്ക് മാറ്റി വെച്ചേക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഗണത്തിലാണോ? നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനല്ലേ? എല്ലാം പോകുന്നതിന് മുമ്പ് വസ്തുവകകളൊക്കെ എഴുതി വയ്ക്കുന്നു. നമുക്ക് തിന്നാൻ ഒത്തിരിയുണ്ട്, കുടിക്കാനുണ്ട്, കിടക്കാനുണ്ട്, ആരോഗ്യമുണ്ട്, രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങളുടെ പിന്നാലെ പോകുന്നു, സുഖാസക്തികളുടെ പിന്നാലെ പോകുന്നു, നമ്മൾ പോകുന്നു. നമ്മൾ ആ ലൗകിക പുരുഷന്മാരാണോ? നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരങ്ങൾ കാണാതെ പിന്നെ മുൻപോട്ട് പോകുകയാണെങ്കിൽ നമ്മളുടെ പ്രത്യാശയും ഓഹരിയും ഈ ആയുസ്സിൽ മാത്രമേ ഉള്ളൂ. തിന്മയുടെ പിന്നാലെ ഓടി നടക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ഉദരം നിറയ്ക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ അവരുടെ ഉദരം നിറയ്ക്കുന്നു, വയറ് നിറയ്ക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് നിൻ്റെ വയറ് മാത്രമല്ല നിറയേണ്ടത്. ദൈവം നിനക്ക് തരുന്ന സമ്പത്ത് കൊണ്ട് അനേകരുടെ വയറ് നിറയണം. അനേകരുടെ വയറ് നിറയ്ക്കാൻ നീ ഉദ്യമിക്കണം. പട്ടിണി മാറ്റാൻ ഉദ്യമിക്കണം, നിരാശ മാറ്റാൻ ഉദ്യമിക്കണം. നിൻ്റെ ധനശിഷ്ടം നിൻ്റെ തലമുറയ്ക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകണം. നന്മ ചെയ്യാൻ തക്കവണ്ണം ഓടി നടക്കണം. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ കോടാനുകോടികൾ കിട്ടിക്കഴിഞ്ഞു. അവസാന ഘട്ടത്തിൽ തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ മാരകമായ അനുഭവം തിരിച്ചറിഞ്ഞ അദ്ദേഹം തൻ്റെ സ്വത്ത് തൻ്റെ തലമുറയ്ക്ക് വയ്ക്കാതെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. റോക്ക്ഫെല്ലറെ പോലെയുള്ള വലിയ ബിസിനസ്സുകാരൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അനേകരുടെ പുരോഗതിക്ക് വേണ്ടി കോടാനുകോടിയായ തൻ്റെ സമ്പത്ത് മാറ്റിവെച്ചു. ഇന്നും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഓർത്തോണം, ദൈവം തരുന്ന സമ്പത്ത് കൊണ്ട് വയറ് നിറയ്ക്കുന്ന അനുഭവമല്ല, സ്വന്തം വയറ് നിറയ്ക്കുക എന്നല്ല. ദുഷ്ടനെക്കുറിച്ച് പറഞ്ഞു, ലൗകിക പുരുഷനെക്കുറിച്ച് പറഞ്ഞു, ദൈവം തരുന്ന സമ്പത്ത് കൊണ്ട് അവരുടെ വയറ് നിറയ്ക്കുന്നു, അവരുടെ പിള്ളേർക്ക് വെച്ചിട്ട് പോകുന്നു.
അവരുടെ ഓഹരി ആയുസ്സിൽ മാത്രമല്ല. എന്നിട്ട് വീണ്ടും ഇതിലൊക്കെ നിരാശപ്പെടാതെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു കാര്യം കൂടി പറയുക, ദൈവമേ, എനിക്ക് ധനശിഷ്ടമില്ല, നിൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ വയറ് നിറച്ചില്ല, ഞാൻ തലമുറയ്ക്കൊന്നും വെച്ചില്ല. പക്ഷേ ഒന്നുണ്ട്, ഞാനോ നീതിയിൽ നിൻ്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. നീതിയിൽ നിൻ്റെ മുഖം കാണും, ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. അതേ പ്രിയമുള്ളവരെ, നീതിയിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാനിടയാകണം. എന്ന് വെച്ചാൽ നീതിയിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. ദൈവത്തിൻ്റെ നീതിയിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കടന്നു വരണമെന്നുമില്ല, നമുക്ക് ഉയർച്ച കിട്ടണമെന്നുമില്ല. നമ്മളെക്കാൾ ആവശ്യമുള്ളവരൊക്കെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ നേരെ കണ്ണടയ്ക്കുകയും ചെയ്യും. പക്ഷേ നീതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണണം. കരുണയിൽ മാത്രമല്ല, സ്നേഹത്തിൽ മാത്രമല്ല, നീതിയിലും കാണണം. എന്ന് വെച്ചാൽ നമ്മുടെ നേരെ കണ്ണടയ്ക്കുന്ന ദൈവത്തിൻ്റെ നീതി ഉണ്ടെങ്കിലും, നമ്മളെ മറന്നു പോകുന്ന ദൈവത്തിൻ്റെ നീതി ഉണ്ടെങ്കിലും, നീതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണണം. നീതി ഒരു ദർപ്പണമായിട്ട് മാറണം. നമ്മളുടെ വേദനകളിലും ദൈവത്തിൻ്റെ മുഖത്തെ കാണണം, ദൈവത്തിൻ്റെ കരുണയെ കാണണം. ആ കരുണയിൽ ആശ്രയിക്കുമ്പോൾ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. നീതിയിൽ ദൈവത്തെ കാണുന്നവന് ഉണരുമ്പോൾ അവൻ്റെ രൂപം കണ്ട് തൃപ്തനാകാനിടയാകും. നിൻ്റെ ജീവിതത്തിലെ നിരാശയാകുന്ന ഉറക്കത്തിൽ നിന്ന്, ഭൗതിക ഉറക്കത്തിൽ നിന്ന്, വേദനയുടെ അനുഭവത്തിൽ നിന്ന് നിനക്കൊരു ഉണർച്ചയുണ്ടാകും. അപ്പോൾ നീ ദൈവത്തിൻ്റെ മുഖത്തെ കാണും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുഖത്തെ കാണുക എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണ്. പാട്ടുകാരൻ പാടി അതുകൊണ്ടാണ്, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു, അപ്പോഴും എൻ്റെ ദത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ കൈകളിലാണ് ഉറങ്ങുന്നത്. നീതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണുന്നവന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങളർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങളർപ്പിക്കുന്നേ ഞാൻ. 17-ാം സങ്കീർത്തനത്തിന് അടിവരയിടുകയാണ്. ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിച്ച്, നന്മയിൽ ജീവിച്ച്, അനുഗ്രഹത്തിൽ ജീവിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് പഠിച്ച്, ദൈവം നോക്കുമ്പോൾ നന്മ കാണുവാനിടയായി നീതിയിൽ അവൻ്റെ മുഖത്തെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വലങ്കരം നീട്ടി ദൈവം തമ്പുരാൻ എല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.